കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ പാറക്കണ്ടിയിൽ കടക്ക് ലൈസൻസ് അനുവദിക്കുന്നില്ലെന്ന് പരാതി. വീടിനോട് ചേർന്നുള്ള കടമുറിയിൽ സംരംഭം തുടങ്ങാൻ അപേക്ഷ നൽകിയിട്ടും ലൈസൻസ് അനുവദിച്ചില്ലെന്ന് കറവപ്പട്ട കർഷകനും വിവരാവകാശ ആക്ടിവിസ്റ്റുമായ ലിയനാർഡോ ജോൺ പറഞ്ഞു. ലൈസൻസിന് വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ കഴിഞ്ഞ ഒരു മാസമായി കയറിയിറങ്ങുകയാണെന്നും ലിയനാർഡോ പറഞ്ഞു. ഒന്ന് ജീവകാന്തും ഒന്ന് രഘുവും. ജീവകാന്ത് ഇവിടെ സീരിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ലൈസൻസ് മേടിച്ച്, പക്ഷേ 500 രൂപ വാടക, 250 സ്ക്വയർ ഫീറ്റ് കടയാണ്, പ്രൈം ലൊക്കേഷനാണ്. ഈ രണ്ട് കടയിൽ കൂടി എങ്ങനെ വന്നാലും ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു 25,000 രൂപ കിട്ടും. അവിടെ ഒരു 1000 രൂപയാണ് വാടക തരേണ്ടത്. അവർ 10 വർഷമായിട്ട് ഒരു നയാ പൈസ വാടക തന്നിട്ടില്ല. എന്നിട്ട് ജീവകാന്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ കട ഡെയിലി റെൻ്റ് 500 രൂപയ്ക്ക് പറിച്ചു കൊടുത്തൊരു കാർത്തിക് എന്ന് പറഞ്ഞൊരു തമിഴിനെ തേക്കാനായിട്ട്. അപ്പോൾ രഘു ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് മാന്യമായിട്ട് പ്രാവിനെ വളർത്തി. ജീവകാന്തിന് രഘുവിന് ലൈസൻസും ഇല്ല ഈ പ്രാവിനെ വളർത്താനായിട്ട്. അത് നാച്ചുറലി അവർ കൊടുക്കത്തില്ല മുനിസിപ്പാലിറ്റി. എന്നാൽ ഈ 2 പേർക്കെതിരെ ഇത്രയും വർഷമായിട്ട് ഒരു ആക്ഷനും മുനിസിപ്പാലിറ്റി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് വൻ അഴിമതിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, കേസ് കൊടുത്ത് ഒരു വർഷം മുമ്പേ കേസ് കൊടുത്ത് അതിൻ്റെ ഓർഡർ വെച്ച് ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്ത് എൻ്റെ പേരിലേക്ക് മാറ്റി തരാൻ നോക്കുമ്പോൾ അവർ മരിച്ചാലും മാറ്റി തരാൻ തയ്യാറല്ല. അവരിപ്പോൾ ജീവകാന്തിൻ്റെ പേരിൽ ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാർത്തിക്കിന് വാടക കൊടുത്ത നടന്നിട്ട് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഇപ്പോഴും അയാളുടെ പേര് ജീവകാന്തിൻ്റെ പേരിലാണ് ഈ കട വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഈ കട മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോടതി ഓർഡറൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല. ജീവകാന്തിൻ്റെ കാല് പിടിച്ച് 12 വർഷം കേസ് നടത്തിയ ആളുടെ കാല് പിടിച്ച് അയാൾ സമ്മതം പത്രം എഴുതി തന്നാൽ മാത്രമേ ഈ കട നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം ജീവനക്കാരാണ് ലൈസൻസ് അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ് ലിയനാർഡ് ജോൺ പറയുന്നത്. വ്യാജ കറുവപ്പട്ട സുലഭമായതോടെ കറുവപ്പട്ടയിൽ നിന്നും യാതൊരു ആദായവും ലഭിക്കാതിരുന്നതോടെയാണ് ബിസിനസ് ചെയ്യാനായി ഇറങ്ങിയത്. സ്വന്തം പേരിലുള്ള ഷോപ്പ് മുറിയിൽ സ്പൈസസ് ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞ മാർച്ച് 18-ന് അക്ഷയ കേന്ദ്രം മുഖേന അപേക്ഷ നൽകുകയും ചെയ്തു. നേരത്തെ കട നടത്തിയിരുന്നയാളെ വാടക നൽകാത്തതിനാൽ കോടതി മുഖാന്തരം ഒഴിപ്പിക്കുകയായിരുന്നു. കോടതി വിധിയെ തുടർന്ന് നേരത്തെ കട നടത്തിയ വ്യക്തി താക്കോലും ഏൽപ്പിച്ചു. ഇപ്പോൾ ഹെൽത്ത് ഉദ്യോഗസ്ഥർ ഇദ്ദേഹവുമായി രമ്യതയിലെത്തണമെന്ന വിചിത്ര ന്യായം പറഞ്ഞാണ് അപേക്ഷ പരിഗണിക്കാത്തതെന്നും ലിയനാർഡോ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.